ഞാൻ വീട്ടിൽ നിന്ന് തരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഇതേ നിൽക്കുന്ന ഒരു കുട്ടിച്ചാത്തൻ. ഇവിടെ തേങ്ങ കാണുന്നില്ല. നിന്റെ അമ്മ തൊഴിലുറപ്പിനെ പോകുന്നതിന്റെ അഹങ്കാരമാ നിങ്ങൾ 3 പേർക്കും. വേഗം വീട്ടിലോട്ട് കയറി പോടാ 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 3 പോടാ. ഞാൻ പോയി തേങ്ങ മേടിച്ചോണ്ട് വരാം, വന്നിട്ട് ശരിയാക്കി തരണ. തെങ്ങ് ചതിക്കില്ല തെങ്ങ് ചതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. ചേട്ടാ ഒരു ടിക്കറ്റ് എടുക്കോ, ഇന്നത്തെ ഭാഗ്യമാണ്. കേരള ലോട്ടറി അല്ലേ? വേണ്ട, ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കൂ ചേട്ടാ. ബിവറേജിൽ പോയി 2 അടിക്കാൻ കാശില്ലാതിരിക്കുമ്പോഴാ ലോട്ടറി. എനിക്ക് വേണ്ട ചേട്ടാ. ഇത് അടിച്ചാലുണ്ടല്ല ചേട്ടൻ ഒരു ബീവറേജ് തന്നെ മേടിക്കാം. പിന്നെ എത്ര പേരാ ലോട്ടറി അടിച്ച് ബിവറേജ് മേടിച്ചിരിക്കുന്നേ? എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. ഇത് ഒരു ശല്യമായല്ലോ. പിന്നെ കൈ കാശ് വേണമെങ്കിലേ വല്ല പണിക്കും പോണം. ഓ നടക്ക. അതല്ല എന്റെ ബലമായ സംശയം. ഞാൻ പണിക്ക് പോകുന്നില്ല എന്നുള്ള വിവരം ആരായിരിക്കും ഇവരോട് പോയി പറഞ്ഞത്? അവൻ തന്നെ അവനെ ഞാൻ ഇന്ന് ശരിയാക്കിയിരിക്കും. എടാ, ആ ലോട്ടറി വിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയോട് എന്താ പോയി പറഞ്ഞേ? ഞാൻ പണിക്ക് പോകുന്നില്ലെന്നോ? ഞാൻ എന്തുകൊണ്ടാ പണിക്ക് പോകാത്തെ? വെയിൽ കൊണ്ട് അച്ഛൻ കറുത്തു പോകും, അതുകൊണ്ടാ പണിക്ക് പോകാത്തെ. വാടാ, പുഴയിൽ പോയി കുളിച്ചിട്ട് ബാലവാടി പോവാ. അല്ല പിന്നെ പിള്ളേരംഗമാടി പോയി. ചതി അങ്ങ് തുടങ്ങാം. ഫോൺ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതെന്താണ്? സാധാരണ ഞാനാണല്ലോ ഹായ് അയക്കുന്നേ. ഇങ്ങോട്ടൊരു ഹായ് വന്നിട്ടുണ്ടല്ലോ. നമുക്കൊരു വീഡിയോ കോൾ ചെയ്യാം. ഹായ് ഹായ്, ഹലോ. എന്താ പേര്? അർച്ചന. കൊള്ളാലോ, നല്ല പേരാട്ടോ. കുട്ടി എവിടെയാ താമസിക്കുന്നേ? ആണോന്ന് ചേട്ടാ, മെഡ്രാസിലെയാ. ഓ, തമിഴ്നാടാ അല്ലേ? അപ്പൊ മലയാളം അറിയാമോ? ഞാൻ മലയാള സിനിമ ഒക്കെ കാണും, അതുകൊണ്ട് കുറച്ച് മലയാളം അറിയാം. എന്റെ നമ്പർ എങ്ങനെ കുട്ടിക്ക് അറിയാം? ഓ, നമ്പറാണോ? അത് സാന്ധ്യ തന്നത്. ഓ, ശാന്തി തന്നുല്ലേ? ശാന്തി എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? സാന്ധ്യ പറഞ്ഞു ചേട്ടനെ 3 പെൺകളായിട്ട് ലവ് ആയിന്ന്. ആ, എനിക്കറിയാം. ശാന്തി അങ്ങനെ പറയത്തുള്ളൂ. അത് ശരിയാട്ടോ. കേരളത്തില് 2-3 പേര് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ് എന്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. ആണോ? ചേട്ടനെ കാണുമ്പോൾ മോളാൽ പോലെ ഉണ്ടല്ലോ. കുട്ടി എന്നെ ചേട്ടാന്ന് വിളിക്കരുത്, എന്നെ അച്ചായൻ എന്ന് വിളിക്കണം. അതാണ് എനിക്ക് ഇഷ്ടം. അച്ചായൻ? ആ, അച്ചായൻ തന്നെ വിളിക്കാം. കുട്ടി കല്യാണം കഴിച്ചതാണോ? ആ, കല്യാണൊക്കെ കഴിച്ചു. ഭർത്താവ് എന്തെടുക്കുകയാണ്? ഭർത്താവാണോ? ഭർത്താവ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല അച്ചായ. കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് മിണ്ടാതിരിക്കരുത്. കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അച്ചായ ഇഷ്ടമാണ്. കുട്ടി പറഞ്ഞപ്പോൾ എനിക്കിവിടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ തോന്നുന്നില്ല. കുട്ടി ഇപ്പൊ തന്നെ കാണണമെന്ന എൻ്റെ ഒരു ആഗ്രഹം. അച്ചായ എനിക്കും.
നിന്നെ കാണാൻ കൊതിയായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്നൈയിലേക്ക് വണ്ടി കയറട്ടെ. അച്ചായ നമുക്ക് പൈസ വേണ്ടേ? പൈസ വേണം. എന്ത് ചെയ്യാനാ, എൻ്റെ അക്കൗണ്ടിലാണ് കുറച്ച് പൈസയേ ഉള്ളൂ. അച്ചായ എനിക്ക് ലോണ് 20 ലക്ഷം കിട്ടും. അടയ്ക്കണം 20,000. കുട്ടി ഒരു മിനിറ്റേ, ഒരു വീഡിയോ കോൾ വരുന്നുണ്ട്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ വരാം. എങ്ങും പോയേക്കരുത് കേട്ടോ. 20,000 രൂപ കൊടുത്താൽ 20 ലക്ഷം രൂപ അവൾക്ക് കിട്ടും. അവളെ പറ്റിച്ച് എങ്ങനെയെങ്കിലും ആ 20 ലക്ഷം രൂപ ഞാൻ എടുക്കും. 20,000 നമുക്ക് കൊടുക്കാം. എൻ്റെ മുത്തേ, 20,000 രൂപ ഞാൻ തരാം. ഓക്കേ അച്ചായ. എൻ്റെ ചക്കരെ, 20,000 രൂപ ഞാൻ ഇപ്പം തന്നെ അയച്ചിട്ടുണ്ട്. അത് വന്നോന്ന് നോക്കിക്കേ. ഇപ്പൊ സന്തോഷമായില്ലേ? അയ്യോ വന്നു അച്ചായ. താങ്ക് യു. ബൈ, നാളെ ചെന്നൈ കാണാം. മാമ ഒരു പൊട്ടൻ 20,000 അഴിച്ചു തന്നു. നമുക്ക് സിനിമാക്ക് പോകാം. ഹലോ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി ഇവളെ എന്നെ ചതിച്ചതാണോ? ചതിച്ചതായിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ BME പോയി ഞാൻ 99 പേരെ ചതിച്ചു. ഇവളെ എൻ്റെ 100ാമത്തെ ഇരയാണ്. പക്ഷെ ഇവൾ എന്നെ ചതിച്ചു. പിന്നെ വിഷമിക്കേണ്ട കാര്യം എന്താണുള്ളത്? 99 പേരെ ചതിച്ച് ലക്ഷങ്ങളാണ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. എനിക്ക് 100ാമത്തെ ഇരയെ ഇനി തപ്പണം. ഇൻസ്റ്റഗ്രാമിൽ പോയി സകൃതം കൂടുക, എന്നാൽ അടുത്ത ചതി അങ്ങ് തുടങ്ങാം. അതാരാ? എവിടെയോ കണ്ട ഓർമ്മയാണല്ലോ. SI ഇടിയൻ ചന്തു.